ആദർശിനോട് നയന പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ പറഞ്ഞ പ്രകാരമാണല്ലോ എന്നെ ഇപ്പോൾ സ്നേഹിക്കാത്തത്. അന്ന് നിങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷം നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങിയതാ. എനിക്കിത് മനസ്സിലായതാ. എനിക്ക് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിക്കൊടുത്ത് എന്നെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം എന്നെ കൂട്ടി പുറത്തേക്കൊക്കെ പോയി, ബീച്ചിലൊക്കെ പോയി. എന്ത് സന്തോഷമായിരുന്നു അറിയാവോ അന്ന്. പക്ഷെ നിങ്ങൾ തിരികെ വന്നപ്പോഴേക്കും നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് അറിഞ്ഞ ആ സെക്കൻഡ് മുതൽ നിങ്ങൾ വീണ്ടും എന്നെ വെറുത്തു തുടങ്ങി. ഇതൊക്കെയാണോ സ്നേഹമെന്ന് ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചു കഴിഞ്ഞു, ഇനി സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും നയന പറയാണ്, അത് മാത്രമല്ല, മുത്തശ്ശന് അസുഖമാണെന്ന് അറിഞ്ഞ സമയത്ത് മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ അഭിനയിച്ചു. അതിൻ്റെ എല്ലാ ഇടയിൽ കരുവായത് ഞാനല്ലേ? അത് നിങ്ങൾ ചിന്തിക്കുന്ന കൂടിയില്ലല്ലോ. ഒരു പെണ്ണിൻ്റെ മനസ്സിട്ട് ഇങ്ങനെ താളം തല്ലുന്നതിന് നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലേ? ഞാൻ എന്താ വല്ല ചെണ്ടയാണോ ഇട്ട് കൊട്ടാനെന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. ആദർശ് പറയാണ്, നീ ഇപ്പം ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി വരാനുള്ളതിനെക്കുറിച്ച് സംസാരിക്കാം. അതും ഈശ്വരൻ്റെ വിധിപ്രകാരമല്ലേ നടക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും വിചാരിച്ചു എന്ന് പറഞ്ഞ് അത് നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നയന പറയാണ്, ശരിയാ, എല്ലാം ഈശ്വരനെ പഴിച്ചാരിയിട്ട് അങ്ങ് വിട്ടാൽ മതിയല്ലോ, പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അതിലേ നടന്നു പോകായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മുത്തശ്ശനും കേൾക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാൻ അപ്പോഴേക്കും നയന പറയാണ്, ഈ മുറിയിൽ നമ്മൾ രണ്ടുപേരും രണ്ട് അന്യരെ പോലെയാണ് കഴിയുന്നത്. ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് 10 മാസമായിട്ടുണ്ട്. ഞാനും ഒരു പെൺകുട്ടി തന്നെയല്ലേ, എനിക്കും ആഗ്രഹമുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു അമ്മയാകണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം. അത് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്ക് നിങ്ങളെന്നെ മോശമായിട്ടാണ് ചിന്തിച്ചത്. അതല്ലാതെ എൻ്റെ ഭാഗത്ത് ശരി നിങ്ങൾ ചിന്തിച്ചില്ല. ഞാനും ഒരു പെൺകുട്ടിയാണ്, എനിക്കുണ്ട് ആഗ്രഹങ്ങളൊക്കെ. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹം കൊണ്ട് മൂടണം. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണം, എന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. എനിക്ക് ഒരു അമ്മയാണുള്ള ഭാഗ്യം വേണം. ഇതൊക്കെയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളുടെ കോടിക്കണക്കിന് സ്വത്തൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എനിക്കതിൻ്റെ ആവശ്യവുമില്ല എന്ന് നയന പറയുന്നുണ്ട്. ആദർശ് പറയാണ്, നീ ഇതുമാത്രം ബഹളം ഉണ്ടാക്കാണ് ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. നയന പറയാണ്, ഓരോ സീസൺ വരുന്നത് പോലെയാണ് നിങ്ങൾക്ക് പ്രേമം വരുന്നത്. നിങ്ങൾക്ക് ചില സമയം നിങ്ങളെന്നെ സ്നേഹിക്കും, ചില സമയം നിങ്ങളെന്നെ വെറുക്കും. ഇങ്ങനെ ആയാലും ഞാനെന്താ നിങ്ങളുടെ കളിപ്പാവെല്ലാമാണോ? ഞാൻ മടുത്തു. ഇത് ഞാൻ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്നേ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഇവിടുന്ന് പോയേനെ എന്ന് നയന പറയാണ്. ആദർശ് പറയാണ്, ഓഹോ, അങ്ങനെ പ്ലാനിങ് ഉണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ഓഹോ, അപ്പം അത്രയും മാത്രമേ ഉള്ളല്ലേ? ഏത് നിമിഷം വേണമെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ തയ്യാറാണല്ലേ എന്ന് ചോദിക്കുകയാണ്. ആദർശ് പറയാണ്, അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം നീ തന്നെയാണല്ലോ പറഞ്ഞത് പോവാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്, നിന്നെ ഇവിടെ ആരും പിടിച്ചു നിർത്തുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാം, ഇഷ്ടമുള്ളപ്പോൾ വരാം. നയന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശേട്ടാ, ആദർശേട്ടന് ഈ ഒരു സ്വഭാവമൊക്കെ. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോയാൽ മതിയല്ലോ, അതല്ലേ ആദർശേട്ടൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു നയന, നീ ഓരോന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ, എൻ്റെ മനസ്സമാധാനം കളയല്ലേ. നയന പറയുന്നുണ്ട്, ഞാൻ ആരുടെ മനസ്സമാധാനം കളയാനൊന്നും വന്നതല്ല, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുത്തശ്ശനോട്ട് മാത്രമാണ് ഇത്രയും നാൾ ഞാൻ നിന്നത്. ഇനി എനിക്ക് മടുത്തു. മുത്തശ്ശൻ്റെ അസുഖം മാറുന്നവരെയെങ്കിലും ഇവിടെ നിൽക്കണമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ അതിന് പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ജലജ അപ്പച്ചിയുടെ ഓരോ കുത്തുവാക്കുകളും നിങ്ങളുടെ അമ്മയുടെ കുത്തുവാക്കുകളും കേട്ട് ഞാൻ മടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര കാലം വേണമെങ്കിലും മറ്റാരെന്നെ ഉപദ്രവിച്ചാലും എനിക്ക് സന്തോഷമായിട്ട് നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പം അതിന് സാധിക്കില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നല്ലേ എനിക്കിട്ട് ഇങ്ങനെ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയാണ്, നിന്റെ തീരുമാനം എന്താണോ അതുപോലെ അങ്ങ് നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആദർശ് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തു വന്ന് മുത്തശ്ശനും കേട്ട് അവർ മിണ്ടാതങ്ങ് പോകുന്നുണ്ട് കേട്ടോ. നാനയാണെങ്കിലോ സങ്കടപ്പെട്ട് വീണ്ടും മുറിയിലിരിക്കുകയാണ്. ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്, നമ്മൾ കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അന്ന് ജലജ മുഖം മൂടി വരാൻ പറഞ്ഞിട്ടാണ് അവൾ പന്തലേക്ക് വന്നത്. അവിടെ വെച്ച് തന്നെ എല്ലാവരോടും സത്യം അവൾ തുറന്നു പറഞ്ഞതാ. എന്നിട്ടും ഞാനാ പറഞ്ഞത് അവളെ വിവാഹം കഴിക്കാൻ. അങ്ങനെ വിവാഹം നടന്നത്. അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നമ്മൾ രണ്ടുപേരും കണ്ടതല്ലേ. ഇപ്പോഴാ എൻ്റെ ഈ ഒരു അസുഖം പറഞ്ഞിട്ടാണ് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഈ വീട് വിട്ട് എന്നെ പോയേനെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മനസ്സിലൊരു ആശയം തോന്നുന്നുണ്ട്, നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിയ ആശയം എന്ന് ചോദിക്കുകയാണ്. അതൊക്കെയുണ്ട്, നീ കണ്ടോ. ഇന്നുകൊണ്ട് ആദർശിൻ്റെ മനസ്സിൽ അവളോട് പ്രണയമുണ്ടോയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാളിൽ നിൽക്കുന്ന സമയത്ത് നയന അടുക്കളയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ്, നയന നീ ഇവിടെ വാ എന്ന് പറയുന്നുണ്ട്. എന്താ മുത്തശ്ശാന്ന് ചോദിച്ചുകൊണ്ട് നയന അടുത്തേക്ക് വരുന്നുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചു.
എന്തായാലും നീ ഈ കുടുംബത്തിന് പറ്റിയ മരുമകളല്ല എന്ന് പറയുമ്പോഴേക്കും നയന ഞെട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നു. മുത്തശ്ശ, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ എന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ട, ഞാൻ ഇപ്പോഴാണ് എല്ലാം ഒന്ന് റീതിങ്ക് ചെയ്തത്, അപ്പോഴാണ് മനസ്സിലായത് നീയൊക്കെ ചെയ്ത കള്ളത്തിൽ എന്തൊക്കെയാണെന്ന്. അപ്പോഴേക്കും പെട്ടെന്ന് ജലജ വന്നിട്ട് പറയാണ്, കണ്ടില്ലേ ഇപ്പം അച്ഛന് കാര്യം മനസ്സിലായി, ഇനി ഇവളമാർ രണ്ടുപേരും അടിച്ച് പുറത്താക്കച്ച എന്ന് പറയുന്നുണ്ട്. ഞാനല്ല നിന്നോട് പറഞ്ഞത് എൻ്റെ അസുഖം ഇനി ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന്, ഞാൻ തന്നെ പറയുക, നീ ഈ നിമിഷം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവ്യാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ജയൻ അച്ചായെന്ന് വിളിക്കുമ്പോഴേക്കും വേണ്ട, ആരും ഒന്നും പറയണ്ട, ഇത് അനന്തമൂർത്തിയുടെ തീരുമാനമാണ്, ഇതിനെ മറികടക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന അവിടെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛ മുത്തശ്ശ, അതൊക്കെ നടന്നുപോയ കാര്യങ്ങളല്ലേ, പണ്ടത്തെ കാര്യങ്ങളല്ലേ, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ അവളോട് ഇങ്ങനൊരു തീരുമാനം ചോദിക്കുമ്പോൾ വേണ്ട, ആരും ഒന്നും പറയണ്ട, നയന ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, കാരണം നയന നിൻ്റെ ഭാര്യയല്ലല്ലോ, അവൾ ജസ്റ്റ് നിൻ്റെ റൂംമേറ്റ് മാത്രമല്ലേ, അങ്ങനത്തെ ആളെ പുറത്താക്കുമ്പോൾ നിനക്കെന്തിനാ ഇത്ര വേദനിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആദർശനം മനസ്സിലാക്കുന്നുണ്ട് തങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ല എന്നുള്ള കാര്യം മുത്തശ്ശി മനസ്സിലാക്കി എന്നുള്ള കാര്യം ആദർശം മനസ്സിലാക്കുകയാണ്. എൻ്റെ കൊച്ചുമകൻ്റെ ഭാര്യയല്ലാത്ത ഒരാൾ ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല, നയനെ അതുകൊണ്ട് ഇപ്പം തന്നെ പുറത്തിറങ്ങിപ്പോ എന്നിങ്ങനെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയാണ്. അപ്പോഴേക്കും ആദർശ് നയയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, സോറി മുത്തശ്ശ, അതിന് മാത്രം പറ്റില്ല, മുത്തശ്ശനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്, ഇവൾ എൻ്റെ ഭാര്യ തന്നെയാണ്, ഞാൻ 2 തവണ താലി കെട്ടുകയും 3-4 തവണ പൂമാല ഇടുകയും ആൽമരത്തിൽ വലം വെക്കുകയും ചെയ്ത എൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവളെ ഒരിക്കലും കൈവിടാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ദേവ്യാൻ ഇങ്ങനെ കലിപ്പിച്ച് നിൽക്കുകയാണ്. ആദർശേ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇത്രയും കാലം അവളെ എങ്ങനെയും പുറത്താക്കാനായിരുന്നല്ലോ ഇവിടെ എല്ലാവരുടെയും തീരുമാനം, ഇപ്പം മുത്തശ്ശൻ തന്നെ പറയുമ്പം നീ അതിനെ എതിർക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവി വന്നിട്ട് ചോദിക്കുകയാണ്, ഓഹോ ഇതെന്താ വെള്ളരിക്കാപ്പെടണോ, ഒരാളെ ഇറക്കി വിടാമെന്ന് കരുതിയ ഉടനെ ഇറക്കി വിടാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്കൊന്നും പറയാനില്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണോ അത് തന്നെയാണ് എൻ്റെയും തീരുമാനമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നിനക്ക് അവളുടെ യാതൊരു സ്നേഹമില്ലല്ലോ, ഇവിടെയുള്ള ആർക്കും അവളുടെ യാതൊരു സ്നേഹമില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീട്ടിലേക്ക് അടിച്ചു തൂങ്ങി ഒരു ജോലിക്കാരിയെപ്പോലെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, അവൾ അവളുടെ വീട്ടിൽ പോയിട്ട് സന്തോഷമായിട്ട് പഴയതുപോലെ തന്നെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കട്ടെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് വീണ്ടും അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല, അവളെ ഞാൻ ഒരിക്കലും വിടുന്നില്ല, അവൾക്ക് ഈ വീട്ടിൽ ഇനി വേലക്കാരുടെ സ്ഥാനമൊന്നുമല്ല, അവൾ എൻ്റെ ഭാര്യ തന്നെയാണ്, അവളുടെ കഴുത്തിൽ കിടക്കുന്നത് എൻ്റെ താലി തന്നെയാണ്, അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചകളുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്തോളാം, പതിയെ പതിയെ അതിനുള്ള സമയമാകുന്നേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ അവളോട് സ്നേഹം ഇല്ലാതെയൊന്നുമില്ല, എനിക്ക് അവളോട് സ്നേഹമൊക്കെ ഉണ്ട്, ഞങ്ങൾ തമ്മിൽ ദാമ്പത്യം പതിയെ ഇനി ആരംഭിക്കും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയാണ്, എനിക്ക് അക്കാര്യത്തിൽ യാതൊരു വിശ്വാസമില്ലെന്ന് പറയുമ്പം, അല്ല മുത്തശ്ശ, സത്യമായിട്ട് ഞാൻ പറയുന്നത്, നയനെ ഒരിക്കലും ഞാൻ കരയിക്കില്ല, നയന എൻ്റെ ഭാര്യ, അവളെ ഇവിടുന്ന് പുറത്താക്കാൻ ഞാൻ അനുവദിക്കില്ല, അതല്ല ഇനി ആരെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അവളുടെ കൂടെ തന്നെ പോകുമെന്ന് ആദർശ് പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ദേവ്യാനി. ആദർശ്, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ, ഞാൻ പറഞ്ഞ സത്യ, നയനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇവിടുന്ന് പോകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശ് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പം നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നയനയും ആദർശിൻ്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, സന്തോഷമായി, ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാടകം ഞാൻ കളിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശിയും വന്നിട്ട് പറയാണ്, ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നോ, ഈ നയനെ ഇറക്കി വിടുമെന്ന് പറയുമ്പം നിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് മാത്രമല്ല നിനക്ക് നയനോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് നയനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് കൂടി മാത്രമാണ് ഈ ഒരു ഗെയിം കളിച്ചത്. അത് മാത്രമല്ല നിനക്ക് അവളുടെ സ്നേഹം ഈ വീട്ടുകാർ മുഴുവനും മനസ്സിലാക്കണം, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കളിച്ചൊരു ഗെയിമാണിതെന്ന് പറയുന്നുണ്ട്. ജലജ കളവനുകളായിരിക്കും പറ്റിയ ഗെയിം തന്നെ എന്ന് പറയുന്നുണ്ട്. ദേവ്യാനാണെങ്കിലും ഒന്നും മിണ്ടാവിട്ടത് അടികിട്ടിയ പോലെ നിൽക്കുന്നുണ്ട്. ജയൻ പറയാണ്, ഞാനങ്ങ് പേടിച്ചു പോയി, എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓർത്തു പോയി എന്ന് പറയാണ്. അപ്പോഴാണ് ആദർശന് തനിക്ക് പറ്റിയ അമ്മളെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.